ഗാനങ്ങൾ കേൾക്കുവാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഓരോ ഗാനങ്ങളും ഓരോ ജീവിത അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിത രൂപീകരണത്തിൽ ക്രൈസ്തവ ഗാനങ്ങൾ വലിയ തരത്തിലുള്ള സ്വാധീനം തന്നെയാണ് ചെലുത്തുന്നത്. വ്യത്യസ്ത ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയതായ അനവധി വ്യക്തികൾ എഴുതിയതായ ഗാനങ്ങൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ, ഏതൊരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഗാനം രൂപം കൊണ്ടത് എന്ന്? ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായി, ചില പ്രാർത്ഥനകൾക്ക് മറുപടിയായി, ചില കാത്തിരിപ്പുകൾക്ക് പൂർത്തീകരണമായി, ചില നൊമ്പരങ്ങൾക്ക് സാന്ത്വനമായി രൂപപ്പെട്ടതാണ് ഈ ഓരോ ഗാനങ്ങളും. ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഓരോ ഗാനങ്ങളും പാടുമ്പോഴാണ് ഗാനങ്ങൾ ഉള്ളങ്ങളെ സ്പർശിക്കുന്നവയായി തീരുന്നത്. അതുകൊണ്ട് ചില ഗാനങ്ങളുടെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഗാനങ്ങൾക്കുമുണ്ട് ചില കഥകൾ പറയുവാൻ. ആത്മീയ സഞ്ചാരങ്ങളുടെ നാട്ടുവഴികൾ ഉൾച്ചേരുന്ന മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദീതീരത്തെ ഒരു ഗ്രാമമാണ് ഇടയാറന്മുള ഗ്രാമം. ആ ഗ്രാമത്തിൽ പ്രശസ്തമായിരുന്നു മൂത്താംപാക്കൽ തറവാട്. കൊല്ലവർഷം 1059 വൃശ്ചികം 22 തറവാട്ടിലെ ഇട്ടിയുടെയും മറിയാമ്മയുടെയും മകനായി കൊച്ചുകുഞ്ഞ് ജനിക്കുന്നത്. തികഞ്ഞ ഭക്തനും ശുദ്ധനും സാധാരണക്കാരനുമായ പിതാവിൻ്റെയും പ്രാർത്ഥനാ വനിതയായ അമ്മ മറിയാമ്മയുടെയും സ്വഭാവ ഗുണങ്ങൾ കൊച്ചുകുഞ്ഞിൻ്റെ വളർച്ചയിലും കാണാമായിരുന്നു. ഇട്ടി മറിയാമ്മ ദമ്പതികൾക്ക് ഉണ്ടായ ആദ്യ സന്താനം ഒരു ആൺകുഞ്ഞായിരുന്നു. 2.5 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞ് ആറ്റിൽ വീണ് മരിച്ചത് അവരെ വളരെ നിരാശരാക്കി. പിന്നീട് 6 പുത്രിമാരെ ദൈവം അവർക്ക് ദാനമായി നൽകി. അപ്പോഴും ഒരു ആൺകുഞ്ഞിനെ ലഭിക്കാൻ അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്വർഗം അവരുടെ പ്രാർത്ഥനയ്ക്ക് നൽകിയ മറുപടിയായിരുന്നു കൊച്ചുകുഞ്ഞ്. മാതാപിതാക്കളുടെ പ്രിയ പുത്രനായും സഹോദരിമാരുടെ പ്രിയപ്പെട്ട കൊച്ചു ആങ്ങളയായും കൊച്ചുകുഞ്ഞ് വളർന്നു വന്നു. MI വർഗീസ് എന്ന പേരിൽ കൊച്ചുകുഞ്ഞ് വിദ്യാലയത്തിൽ അറിയപ്പെട്ടു. കുന്നംപുറത്ത് MTLP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. മഹാകവി KV സൈമൺ സാറിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ KV ചെറിയാൻ സാറിനെ അധ്യാപകനായി ലഭിച്ചത് കൊച്ചുകുഞ്ഞിന് വിദ്യാലയത്തിലും ഒരു ആത്മീക ശിക്ഷണം ലഭിക്കുന്നതിന് കാരണമായി. അപ്പോഴേക്കും കൊച്ചുകുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇരുവരും വയസ്സ് ചെന്നിരുന്നു. അവരുടെ ഏക മകൻ വിവാഹിതനായി കാണുവാൻ അവർ ഏറെ ആഗ്രഹിച്ചു. ശൈശവ വിവാഹങ്ങൾ ധാരാളം നടന്നിരുന്ന ആ കാലത്ത് അതൊരു പുതിയ വാർത്തയുമായിരുന്നില്ല. അങ്ങനെ മാതാപിതാക്കളുടെ ആഗ്രഹ സാധൂകരണം എന്ന പോലെ കൊച്ചുകുഞ്ഞ് വിവാഹിതനായി. ഒരു ഭർത്താവാകുമ്പോൾ കൊച്ചുകുഞ്ഞിന് പ്രായം വെറും 12 മാത്രം. 1070 ലാഹ സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ നടന്ന വിവാഹ കൂദാശയിലൂടെ കുറിയന്നൂർ വട്ടപ്പന തോമസിന്റെ മകൾ ഏലിയാമ്മയെ കൊച്ചുകുഞ്ഞ് ജീവിത സഖിയാക്കി കൂടെ കൂട്ടി. കൊച്ചുകുഞ്ഞിന് 15 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉണ്ടായ മാതാവിൻ്റെ വിയോഗം ആ കുടുംബത്തിന് വലിയ നഷ്ടം തന്നെയായിരുന്നു. എന്തോ താളം തെറ്റിയ പോലെ ഒരു അനുഭവം. ക്ഷീണാവസ്ഥയിലായ പിതാവിനെ പ്രിയതമയുടെ മരണം കൂടുതൽ ക്ഷീണിതനാക്കി. അങ്ങനെ ഒരു 15-കാരൻ്റെ ശിരസിലേക്ക് മൂത്താംപാക്കൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കടന്ന് വന്നു. പ്രധാന ഉപജീവന മാർഗം കൃഷി തന്നെയായിരുന്നു. പെൺമക്കളെ വിവാഹം ചെയ്തയച്ച ശേഷം മൂത്താംപാക്കൽ പുരയിടവും കുറെ കടവും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ജീവിതത്തിൻ്റെ 2 അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ കൊച്ചുകുഞ്ഞ് തന്നാലാവോളം പരിശ്രമിച്ചു. തുണിക്കച്ചവടവും മറ്റ് പല സംരംഭങ്ങളും ഒക്കെ തുടങ്ങി. ദാനശീലനായ അദ്ദേഹത്തിന്
അവിടെയും അവശേഷിച്ചത് കുറെ കടങ്ങൾ മാത്രമാണ്. 17-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ചത് കൊച്ചുകുഞ്ഞിൻ്റെ ജീവിതത്തിലെ നിർണായക മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളുടെ നടുവിൽ ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാൻ ആ തീരുമാനം അദ്ദേഹത്തെ സഹായിച്ചു. പകൽ മുഴുവൻ കൃഷിയിലും മറ്റ് പണികളിലും ഏർപ്പെട്ട കൊച്ചുകുഞ്ഞ് ഒഴിവുനേരങ്ങളും രാത്രിയിലുമൊക്കെ സുവിശേഷവുമായി ഇറങ്ങി പുറപ്പെട്ടു. റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ ദൈവവചനത്തിൻ്റെ പ്രകാശം വിതറുന്ന രാത്രികൾ അനേകർക്ക് അദ്ദേഹം സമ്മാനിച്ചു. അതിനിടയിലാണ് തൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച പിതാവും ലോകത്തോട് യാത്രയാകുന്നത്. കടുത്ത സംഘർഷങ്ങളുടെ പരമ്പര ജീവിതത്തിൽ അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്നു. പിതാവ് ലോകത്തോട് യാത്ര പറയുമ്പോൾ കൊച്ചുകുഞ്ഞും ഒരു പിതാവായി തീർന്നിരുന്നു. ദാരിദ്ര്യം, കൃഷിയിലെ നഷ്ടങ്ങൾ, ജൗളിക്കച്ചവടത്തിലെ കടങ്ങൾ, കുടുംബത്തിൻ്റെ ചിലവുകൾ, ഇങ്ങനെ ജീവിതത്തെ ഉന്തി നീക്കാൻ ആ സാധു അഹോരാത്രം പണിപ്പെട്ടു. യേശു മാത്രം സമ്പത്തെന്നെണ്ണി ആ യാത്ര കൊച്ചുകുഞ്ഞ് തുടർന്നു. ഇതിന് നടുവിലും സാധുക്കളോടുള്ള സഹാനുഭൂതി അദ്ദേഹം തുടർന്നു പോന്നു. പട്ടിണി പാവങ്ങളെ സഹായിക്കുക, നിർധനർക്ക് വിദ്യാഭ്യാസം സാധ്യമാക്കുക, പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന അജണ്ടകളായിരുന്നു. സ്വന്തം നൊമ്പരങ്ങളായി അവയെ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് കൊച്ചുകുഞ്ഞ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയായി മാറ്റപ്പെട്ടത്. ജീവിതയാത്ര അങ്ങനെ തുടർന്നു പോകവെയാണ് ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു സംഭവം കൊച്ചുകുഞ്ഞിൻ്റെ ജീവിതത്തിൽ കനത്ത പ്രഹരം ഏൽപ്പിച്ചത്. സുവിശേഷ പ്രഘോഷണത്തിനായി ഉപദേശി പോയിരിക്കുകയായിരുന്നു. പ്രസംഗ വേദിയിലേക്ക് ഒരു സ്നേഹിതൻ ഒരു കുറിപ്പുമായി എത്തി. ഉപദേശിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: ഉപദേശിയുടെ മകൻ സാമുവേൽ കുട്ടി മരിച്ചു. എത്രയും വേഗം പ്രസംഗം അവസാനിപ്പിച്ച് ഭവനത്തിലേക്ക് എത്തണം. ധൃതിയിൽ അത് വായിച്ച് തന്നെ കേട്ടുകൊണ്ടിരുന്ന വിശ്വാസ സമൂഹത്തിനോട് അതിലെഴുതിയിരിക്കുന്ന മകന്റെ മരണവാർത്തയെക്കുറിച്ച് ഉപദേശി പറഞ്ഞു. പരിശുദ്ധാത്മ നിറവിൽ റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ ധ്യാനം അവസാനിപ്പിച്ച് ഉപദേശി ഭവനത്തിലേക്കെത്തുമ്പോൾ ഭവനാങ്കണം നിറയെ ആളുകൾ തടിച്ച് കൂടിയിരുന്നു. ഓരോ ചുവടും നടന്നടുക്കവേ പ്രിയപ്പെട്ടവരുടെ നിലവിളിയൊച്ചകൾ ഉപദേശിയെ വല്ലാതെ നിരാശനാക്കി. ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി തൻ്റെ മകൻ്റെ മൃതശരീരം കിടക്കുന്ന മുറിയിൽ ചെന്നിരുന്ന് കണ്ണു നിറഞ്ഞ് ഉപദേശി അല്പനേരം ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. വിഷമതകളിൽ അതൊരു പതിവായിരുന്നു. അത് ആ നേരത്തും തുടരുവാൻ ഉപദേശി ഓർത്തു. മകന്റെ മൃതദേഹത്തെ നെഞ്ചോട് ചേർത്ത് സ്നേഹചുംബനങ്ങൾ നൽകിയ ഉപദേശി, യോബിനെ പോലെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആൾക്കൂട്ടത്തിൻ്റെ കരച്ചിലുകൾക്ക് നടുവിൽ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാരുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഉപദേശി മകന്റെ വേർപാടിൻ്റെ വലിയ ദുഃഖത്തെ ഉള്ളിലൊതുക്കി ഒരു കടലാസിൽ ഇപ്രകാരം കുറിച്ചിട്ടു: ത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി
കർത്താവോടതു വാങ്ങി. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടം ഏറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടം ഏറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. ഇന്ന് വിലാപ ഭവനങ്ങളിൽ ആശ്വാസമേകുന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം എന്ന ഗാനത്തിൻ്റെ പിറവി അങ്ങനെയായിരുന്നു. സകലവിധമായ പ്രതിസന്ധികളിലും അടിപതറാതെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണിയ ഉപദേശി നമുക്കൊക്കെ ഒരു വലിയ മാതൃകയാണ്. ആ തൂലികയിൽ വിടർന്ന 400-ൽ പരം ഗാനങ്ങളും ഉപദേശിയുടെ ജീവിത അനുഭവങ്ങളിൽ വെന്ത് പാകപ്പെട്ടവയാണ്. ജീവിതം തന്നെ സുവിശേഷമാക്കി മാറ്റിയ ആ സാധു ശാരീരിക പ്രയാസങ്ങളെ തുടർന്ന് കിടപ്പിലായപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവഹിതം തേടി. മരണം തന്നെ സമീപിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ സാധു പ്രത്യാശയുടെ ഗീതങ്ങൾ ആലപിക്കുവാൻ ആവശ്യപ്പെട്ടു. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചും തന്നെ ധരിപ്പിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് പോലും ഉപദേശി ഓർപ്പിച്ചു. ചാർച്ചക്കാരും ബന്ധുക്കളും മൂത്താമ്പാക്കൽ തറവാട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. സാധു കൈയും കാലും സാവധാനം നിവർത്തി. കരയുന്നവരോട് തന്നെ അസ്വസ്ഥനാക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. പൂമൊട്ടിൻ്റെ ആകൃതിയിൽ കൈകൾ കൂപ്പി
നെഞ്ചോട് ചേർത്തുവെച്ച് 1125 വൃശ്ചികം 15 ഉപദേശി താൻ പ്രിയം വെച്ച ക്രിസ്തുവിനോട് ചേരുന്ന നിമിഷങ്ങൾ ക്രിസ്തുവിൽ മരിച്ച ഒരു മനുഷ്യന്റെ ഭാഗ്യാവസ്ഥയുടെ നിദർശനമായിരുന്നു. വൻ ജനാവലിയുടെ അകമ്പടിയിൽ സഭാപിതാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒരു നീണ്ട നിര തന്നെ എത്തിയ സംസ്കാര ചടങ്ങിന് ലാഹ സെന്റ് തോമസ് മാർത്തോമ ഇടവക വേദിയായി. ആ ഉപദേശിയുടെ മൺമയമായ ശരീരം അടക്കം ചെയ്ത കല്ലറയിൽ ഇപ്രകാരമാണ് കുറിച്ചിരിക്കുന്നത്: ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽക്കാൻ പോയിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവിൽ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം. ഉപദേശി എങ്ങനെയാണ് മരിക്കുക? കൊച്ചുകുഞ്ഞു ഉപദേശി മരിക്കുന്നില്ല. ആ തൂലികയിലൂടെ, അടയാളപ്പെട്ട ഗാന വീചികളിലൂടെ ഇന്നും ജീവിക്കുകയല്ലേ? അനേകരുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസമായി, രോഗങ്ങൾക്ക് സൗഖ്യമായി, നിരാശിതർക്ക് പ്രത്യാശയായി.